يا ربي فيا ربي فاسلك بي صراط محمدي ويا ربي فانصرني على كل مبرقي ويا ربي حققني وبصر قلوبنا وصحبي وأحبابي وكل موفقي بجاه نبي الحق ثم أصحابه عليه صلاة دائما لم تفتقي. കവി പറയണം, അതിൻ്റെ മുമ്പുള്ള രണ്ട് വരി ഒന്ന് ഓടിച്ച് ഒറ്റ വാക്കിൽ പറയാം. ജമീഉ ശുഊനിൽ ഖൽഖി, എല്ലാ സൃഷ്ടികളുടെയും മഹത്തായ കാര്യങ്ങളും മിൻ ഷൈനി ഫൈലഖിൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ മഹാ അത്ഭുതത്തിൻ്റെ മഹത്വത്തിൽ നിന്നാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെന്ത് കിട്ടിയോ അതെല്ലാം മഹാനായ, പറയാൻ അവർണ്ണനീയനായ, വർണ്ണിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത ആ മഹാത്ഭുതമായ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്വത്തിൽ നിന്നാണ് എല്ലാവർക്കും കിട്ടിയത്. ഫൈനി, അതുകൊണ്ട് എൻ്റെ കണ്ണും, വൽ കൽക്കാലി എൻ്റെ നെഞ്ചകവും, തുറസി എൻ്റെ കടലാസും, ലഖലഖി എൻ്റെ നാവും, ഖിലാമി എൻ്റെ പേനയും, എൻ്റെ മഷിയും എല്ലാം അത് ഖദംതു ലിദിക്രിഹി, ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റിന് വേണ്ടി ഞാൻ സേവനമാക്കിയിരിക്കുകയാണ്. എല്ലാം ബിദിക്രി റസൂലില്ലാഹി, ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞുകൊണ്ട് അഅലു ഞാൻ ഉയരുകയും വാർത്തക്ക് ഞാൻ മേലേക്ക് കയറിപ്പോവുകയും ചെയ്യും. എല്ലാം ഹബീബ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിൽ നിന്നാണ് എല്ലാവർക്കും കിട്ടിയത്. ഞാൻ ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്കുണ്ടായ എല്ലാ ഉയർച്ചയുടെയും കാരണം ഹബീബ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത വരി, ജലീലുൻ ജമീലുൻ ഖുലുഖുഹു ദിക്റു റബ്ബിഹി ബശീറുൻ നദീറുൻ റബ്ബു സുദ്ഖിൻ മുസദ്ദഖി. ജലീലുൻ, ഏറെ വളർന്ന ആളാണ് ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെത്രയാണ് ഹബീബ നബിയുടെ വളർച്ച എന്ന് പറയാൻ കഴിയില്ല. അത്രയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി എന്ന നിലയിൽ ഒരാൾക്ക് എത്ര വളരാമോ അത്രയും വളർന്ന ആളാണ് ഹബീബായ റസൂലുള്ളാഹി. ജമീലുൻ ഖുലുഖുഹു, അവിടുത്തെ സ്വഭാവം ഏറെ ഭംഗിയുള്ളതാണ്. ദിക്റു റബ്ബിഹി, ഇതാണല്ലോ റബ്ബിൻ്റെ ദിക്ർ. റബ്ബനല്ലേ പറഞ്ഞത്. ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഏറെ സുന്ദരമാണ്. ജമീലുൻ ഖുലുഖുഹു, ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഏറെ മനോഹരമാണ്. ദിക്റു റബ്ബിഹി, അങ്ങനെയാണ് റബ്ബിൻ്റെ ദിക്ർ. ഏതാ റബ്ബിൻ്റെ ദിക്ർ? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അങ്ങ് എല്ലാ സ്വഭാവങ്ങൾക്കും മീതെയാണ്, എല്ലാ മഹത്തായ സ്വഭാവങ്ങൾക്കും മീതെയാണ് ഹബീബ റസൂലുള്ളാഹ്. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. അങ്ങ് എല്ലാ സ്വഭാവത്തിൻ്റെയും മീതെയാണ്. അങ്ങ് എല്ലാ സ്വഭാവങ്ങളിലുമാണ്, അങ്ങ് എല്ലാ സ്വഭാവത്തിൻ്റെയും മീതെയാണ്. അല, മേലെയാവുക എന്ന ഉദ്ദേശത്തിനാണ് അല ഉപയോഗിക്കുക. എല്ലാ സ്വഭാവവും അങ്ങയിലുണ്ട് എന്നല്ല, എല്ലാ മഹത്തായ സ്വഭാവങ്ങൾക്കും അങ്ങ് മീതയായി. അപ്പോൾ ഒരർത്ഥം വെക്കാം. എന്താ അർത്ഥം? അങ്ങനെ സ്വഭാവത്തിന് മേലെ ഇനി ഒരു സ്വഭാവം ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മീതയാണ്, അതിൻ്റെ മീതെ ഒന്നുമില്ല. അൽ ബൻസീനു അലൽ മായി, പെട്രോൾ വെള്ളത്തിന് മുകളിലാണ്, ഞാൻ മേലെ ഒന്നുമില്ല. അൽ ഖലമു അല ത്വാവിലത്തി, പേന മേശയുടെ മേലെയാണ്. അൽ യദു അല ത്വാമി, കൈ ഭക്ഷണത്തിന് മേലെയാണ്. വഇന്നക ലഅല, വഇന്നക ലഅല, തഅക്കീദ്, പിന്നെ തഅക്കീദ് മേൽ തഅക്കീദ്. വഇന്നക ലഅല, വഇന്നക ലഅല ഖുലുഖിൻ അളീം. അങ്ങേറ്റ മഹാസ്വഭാവങ്ങൾക്കും എല്ലാ മഹത്തായ സ്വഭാവങ്ങൾക്കും അങ്ങ് മീതെയാണ്. ഈ ആയത്തിന് ഇമാം റാസി തങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചത്, ആ പദം തദുല്ലു അല, അത് അറിയിക്കുന്നുണ്ട്, അലാ തമക്കുനിഹി വറുസൂഖിഹി ഫീ കുല്ലി ഖുലുഖിൻ അളീം,
എല്ലാ മാത്തായ സ്വഭാവങ്ങളിലും തദുല്ലു ഫലഫ്ലത്തു അല, ഇവിടെ അല എന്ന വാക്ക് അറിയിക്കുന്നു എന്തിൻ്റെ മേൽ? തദുല്ലു, അത് അറിയിക്കുന്നു അല തമക്കുനിഹി, ഹബീബ റസൂലുള്ളാഹിക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂഹി, ഹബീബ നബി ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. ഫീ കുല്ലി ഖുലുഖിൻ അലീം, എല്ലാ മാത്തായ സ്വഭാവങ്ങളിലും റസൂലുള്ള ആധിപത്യം പുലർത്തി. അപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ സ്വഭാവങ്ങളുടെ ചക്രവർത്തിയാണ് ഹബീബ റസൂലുള്ളാഹ്. ഇനി അതിൻ്റെ മേലെ ഒരാൾക്ക് സ്വഭാവം കാണിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അങ്ങ് എല്ലാ സ്വഭാവത്തിലുമാണ്, അങ്ങനെ പറയാലോ. ഇന്നക ലഫീ കുല്ലി ഖുലുഖ്, അങ്ങനെ പറയാലോ. പക്ഷേ ലഫീ കുല്ലി എന്നല്ല പറഞ്ഞത്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഇന്നക തീർച്ചയായും അങ്ങ്, നബി അങ്ങ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅലാ ഖുലുഖിൻ അളീം. ഇവിടെ ഇമാം റാസി തങ്ങളുടെ വ്യാഖ്യാനമാണ് റളിയല്ലാഹു അൻഹു. അവരുടെ വ്യാഖ്യാനമാണ് പറയുന്നത് ഫലഫ്ലത്തു അല. അല എന്ന് പറഞ്ഞ അല എന്ന വാക്ക് തദുല്ലു, അത് അറിയിക്കുന്നുണ്ട് അലാ തമക്കുനിഹി, ഹബീബ നബി വലിയ സൗകര്യത്തിലാണ്, റസൂഖി വലിയ ആധിപത്യത്തിലുമാണ്. എന്തിൻ്റെ മേൽ? എന്തിൽ? ഫീ കുല്ലി ഖുലുഖിൻ അളീം, എല്ലാ മത്തായ സ്വഭാവത്തിലും ഹബീബ നബി ആധിപത്യം പുലർത്തി. അപ്പോൾ സ്വഭാവങ്ങളുടെ മേൽ ചക്രവർത്തിയാണ് ആര്? റസൂലുള്ളാഹ്. അതിന് മേലെ ഇനി ഒരു സൽസ്വഭാവം ഇല്ല. എല്ലാ ആര് കാണിച്ച സൽസ്വഭാവം, ഈ ലോകത്ത് ഏതൊരാൾ കാണിച്ച സൽസ്വഭാവം, ആ സൽസ്വഭാവത്തിന്റെ മീതയാണ് ഹബീബ നബിയുടെ സൽസ്വഭാവം. അങ്ങനെ കൊണ്ടുവരാൻ ഒരാൾക്കോട്ട് കഴിയൂല. അമ്പിയാക്കളോ അവർക്കും ولم يدانوه في علم ولا كرم وكل من رسول لله ملتمس غرفا من البحر أو رشفا من الديم واقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم فهو الذي تمم نأه وصورته ثم اصطفاه حبيبا بارئ النسم. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖൻ നബീന, എല്ലാ നബിമാർക്കും അവിടുന്ന് മേലെയായി. ഫഖൻ നബീന ഫി ഖൽഖിൻ, സൃഷ്ടിപ്പിൽ നബിയെപ്പോലത്തെ ഒരു സൃഷ്ടിപ്പില്ല. നബിയെപ്പോലത്തെ ഒരു സൃഷ്ടിപ്പ് ഇല്ല. മനസ്സിലായില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലത്തെ ഒരു സൃഷ്ടിപ്പ് ഇല്ല. വലിയൊരു സൃഷ്ടിപ്പാണ്, വലിയൊരു സൃഷ്ടിപ്പാണ് ഹബീബായ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മേലെ ഒരു സൗന്ദര്യമില്ല. സയ്യിദ്നാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സൗന്ദര്യത്തിലാണ്. ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യത്തിൻ്റെ, അതൊരു സൗന്ദര്യമല്ലേ ആണ്, പക്ഷെ ആ സൗന്ദര്യത്തിൻ്റെ ഒരു പൂർണ്ണത ഉണ്ട്. എന്ത്? ജമാലിൻ്റെ മേലുള്ള ജലാലിയത്ത്. ജമാലുണ്ട്, പക്ഷെ ജലാലും വേണം. ജമാലിൽ ജലാൽ വന്നിട്ടില്ലെങ്കിൽ എന്ത് വരും? മഫ്തൂനിങ്ങളാവും. മനസ്സിലായില്ല? വലിയ സൗന്ദര്യമല്ലേ, വലിയ സൗന്ദര്യമല്ലേ സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം, അല്ലേ? മഹാനായ സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം വലിയ സൗന്ദര്യമല്ലേ? അതെ, സൗന്ദര്യം തന്നെ. പക്ഷെ ഫിത്നയിലായി. ഹബീബ റസൂലുള്ളാഹിന് ഏറ്റവും വലിയ സൗന്ദര്യമാണ്. ഒരാൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അത്രയും വലിയ ജലാലാണ്, അടുക്കാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലായില്ല? വലിയ സുന്ദരനാണ് ആര്? സയ്യിദ്നാ യൂസുഫ്. പക്ഷെ ആ ജലാലിലേക്ക്, ആ അളവിൽ എന്തും വരണം. ജമാലിലേക്ക്, വലിയ സുന്ദരനാ, ജമീലാണ്, ജമാലിലേക്ക് എന്ത് വരണം? ജലാൽ വരണം. ജലാൽ വന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഫിത്നക്ക് സാധ്യത ഉണ്ടാവും. ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മോശമല്ല. ഒരു പെണ്ണ് ജീവിതത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് ഫാഹിഷത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പെണ്ണ് ജീവിതത്തിൽ ഹബീബ റസൂലുള്ളാഹിനെ കൊണ്ട് ഫാഹിഷത്ത് ഉദ്ദേശിച്ചിട്ടില്ല, ജീവിതത്തിലില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി, അതാണ് എൻ്റെ വലിപ്പത്തരം. ജമീലും വലിയ തന്നെ, പക്ഷെ ജമീലിലേക്ക് ജലീലായിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജലീലും ജമീലും ഫിത്ന സംഭവമില്ല. ഹബീബ റസൂലുള്ളാഹിൽ ഫാഹിഷത്ത് ഒരു പെണ്ണ് ഉദ്ദേശിച്ച ഒരു ചരിത്ര സംഭവം ഇല്ല. ഖബല നുബുവത്തി ഇല്ല, ബഅദ നുബുവത്തി ഇല്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തുകൊണ്ട്?
പറയും മക്കളെ, അത് വളരെ ചിന്തിക്കണം. റസൂൽ ഏറ്റവും അജ്മലാണ്, അതേസമയത്ത് അജല്ലാണ്. ജമീലായതുപോലെ ജലീലാണ്. ജലീലായിട്ടില്ലെങ്കിലോ ഫിത്ന ഉണ്ടാവും. അവർക്കിടയിൽ ജീവിച്ച ഒരാളല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. എല്ലാ തിന്മകളും നടക്കുന്ന നാടാണ് ഏത്? മക്ക. മക്കയിൽ വ്യഭിചാരം ഒരു പ്രശ്നമല്ല. അല്ലാഹു തിന്മയത്തോട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വ്യഭിചാരികളുടെ നടുവിലാണ് ആ, മനസ്സിലായില്ല, എത്രയോ മനുഷ്യന്മാർക്കകത്ത് വിഷയമില്ല, ലോകത്തെവിടെ വിഷയമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് ലോകത്തെ വസ്തുതയാണ്. ആർക്കും അഭിപ്രായക്കേടയില്ല. ഒരാളും ഹബീബായ റസൂലിനെ പറ്റി അങ്ങനത്തെ ഒരു മോശം പറഞ്ഞിട്ടില്ല. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ സംഭവമില്ല. പക്ഷെ അതേസമയത്ത് തിരിച്ചില്ല. ബഹുമാനപ്പെട്ട സയ്യിദന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫാഹിഷത്ത് ഉദ്ദേശിച്ചില്ല. അതേസമയത്ത് സയ്യിദന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട പെണ്ണ് ഫാഹിഷത്ത് ഉദ്ദേശിച്ചു. മനസ്സിൽ അബ്വാബ്, വാതിലുകൾ അവർ അടച്ചു. ഏത് വീട്ടിലാണോ ഈ പൂമാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സയ്യിദന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ പെണ്ണ്, ആ വീട്ടുകാരിയായ പെണ്ണ് എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും പിന്നാലെ കൂടി നിന്റെ നഫ്സ് എനിക്കൊന്ന് തരണം. ഒരിക്കൽ വല്ലക്കത്തിൽ അബ്വാബ, അവൾ വാതിലുകളെ അടക്കുകയും ചെയ്തു. വഖാലത്ത് ഹൈത്ത ലക, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഖാല മഅദല്ലാഹ്, സയ്യിദന യൂസുഫ് അലൈഹി സ്വലാം. അപ്പോൾ സയ്യിദന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തില്ല? ഫാഹിഷത്ത് ഉദ്ദേശിച്ചതേ ഇല്ല. പക്ഷെ മറ്റേ പെണ്ണോ ഉദ്ദേശിച്ചു. ഇങ്ങനത്തെ സംഭവം ആരിലില്ല? ഹബീബ നബിയിലില്ല. അത് സയ്യിദന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോശത്തരല്ല, ഹബീബ റസൂലുള്ളാഹിന്റെ വലുപ്പത്തിലാണ്. അമ്പിയാക്കൾ പൂർണ്ണമായി മഅ്സൂമിങ്ങളാണ് എന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച ഒരു സംഭവമാണ് ഈ സംഭവം. പൂർണ്ണ മഅ്സൂമിങ്ങളാണ്, എത്ര വലിയ സൗന്ദര്യത്തിൽ പെട്ടൂല. മനസ്സിലായില്ല? അതേസമയത്ത് ഹബീബ റസൂലുള്ളാഹിക്ക് നുബുവത്തിന് മുമ്പാണ് സംഭവമില്ല. അതിസുന്ദരികളായ മക്കയിലെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാലമാണ്. 25 വയസ്സ് വരെ കല്യാണം കഴിച്ചിട്ടില്ല. 25ാമത്തെ വയസ്സിലാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണ് റസൂലുള്ളാഹി മോശം ഉദ്ദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഒരു പെണ്ണിന് മോശപ്പെട്ട വാക്ക് നബിയോട് പറഞ്ഞിട്ടില്ല. ഇത് പറയണ മനസ്സിലാവേണ്ട കുട്ടികളെ, അങ്ങനെ പറയാലോ, അത് ആ മനുഷ്യൻ്റെ മോശമല്ലല്ലോ, മനുഷ്യൻ്റെ മോശമല്ല. പക്ഷെ ആ പെണ്ണ് പെട്ടുപോവുക. ജീവിതത്തിലൊരു പെണ്ണ് നുബുവത്തിന് മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പോട്ടെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് 25ാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിക്കുന്നത്. ആ സമയത്തിന് മുമ്പ് പോലും യുവകോമളനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരു പെണ്ണൊരു മോശം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഒരു വാക്യത്തിൽ കാണിക്കാൻ കഴിയും? ലോകത്തില്ല. എന്തുകൊണ്ട് പറയാം? എന്തുകൊണ്ട്? ജലീലും ജമീലും, ജലീലും ജമീലാണ്. മനസ്സിലായില്ലേ? ജലീലുമാണ് ജമീലുമാണ്. ഇനി ജമീലൻ ഖുലുഖുഹു ഇങ്ങോട്ടും വെക്കാം. അത്രയും വലിയ ആളാണ് ഹബീബ റസൂലുള്ളാഹ്. അത് പൂർണ്ണ തന്നെയാണ്. ഫഖൻ നബി, അതുവരെ നമ്മളെ കൊണ്ടുവരാൻ കാരണം ഫഖൻ നബീന ഫി ഖൽഖിൻ, സൃഷ്ടിപ്പിൽ മീതെയാണ്. ഇതിവിടെ പറയാം, ഈ വാക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ കാരണം ആ വരിയാണ്. ഫഖൻ നബീന ഫി ഖൽഖിൻ വഫി ഖുലുഖിൻ, സൃഷ്ടിപ്പിലും എല്ലാ നബിമാർക്കും മീതെയാണ്. എല്ലാ നബി ഏറ്റവും വലിയ അജ്മൽ ആരാ? യൂസുഫ് നബി അലൈഹി സ്വലാം. ആരാണ്? ഹബീബ നബിയാണ്. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണ്. ഫാഖൻ നബീന ഫീ ഖൽഖിൻ, ഫാഖൻ നബീന ഫീ ഖൽഖിൻ. അപ്പോൾ ഒരാൾ ചോദിക്കും, എന്ത്? ഏതെങ്കിലും ഒരു പെണ്ണ് റസൂലുള്ളാഹിനെ വാതിലിട്ട് അടച്ചിട്ട് പിന്നെ തോന്നിയാസത്തിന് മുതിർന്നില്ലല്ലോ. അത് മുതിർന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലല്ലേ? ഇതിന് മറുപടി, യൂസുഫ് നബി അലൈഹി സ്വലാം അജ്മലായതുകൊണ്ടല്ല, യൂസുഫ് നബിയേക്കാൾ ഹബീബ നബി ജലീലായതുകൊണ്ടാണ്. തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞതാ. ചില നമ്മളെപ്പോലത്തെ ആളുകളുടെ ഒരു അതായത് ഒരു മനസ്സിലാകായ്മ, നമ്മൾ എന്തിനെ പറഞ്ഞു കൊടുത്താലും എന്ത് പറയും? സൗന്ദര്യത്തിൽ ഏറ്റവും വലിയ ആളാരെന്നെ? നമ്മുടെ നാടന്മാർ പറയുന്ന വർത്തമാനമാണത്. എന്ത്? ഏറ്റവും വലിയ സുന്ദരൻ ആരല്ല എന്ന് പറഞ്ഞില്ലെങ്കിലും ആരാണെന്ന് പറയും. നബി അല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും എന്ത് പറയും? സൗന്ദര്യത്തിൽ വലിയ ആൾ ആരല്ലേ? സയ്യിദുനാ യൂസുഫ്. ഒന്നിൻ്റെ കൂടെ വരണം കേട്ടോ. യൂസുഫ് നബി അല്ലേ അലൈഹിസ്സലാം, അങ്ങനെ പറയും.
നമ്മൾ സാധാരണ പ്രത്യേകിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യ വർണ്ണനകളെല്ലാം നമ്മുടെ പാട്ടുകളിലും പ്രസംഗങ്ങളിലും കഥാപ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ നിത്യമായി വരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതം വളരെ കൃത്യമായി ക്രോഡീകരിച്ച് ഒരു അധ്യായം പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതാരുടെ ജീവിതമാണ്? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. കൃത്യമായി ആ മനുഷ്യന്റെ തുഫൂലത്ത് മുതൽ ആ മനുഷ്യന്റെ വഫാത്തിന്റെ കൊതി വരെ ഉള്ള എല്ലാ സംഭവങ്ങളും ആ സൂറത്തിൽ മണി 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 കൃത്യമായിട്ടുണ്ട്. അത്രയും അങ്ങനത്തെ ഒരാളാണ് ആര്? സയ്യിദുനാ. അതിനിടയിൽ അക്കാലത്തെ ഏറ്റവും വലിയ മന്ത്രിയുടെ ഭാര്യ, ചെറുപ്പക്കാരി പെണ്ണ് ഈ മനുഷ്യനോട് തിന്മ ആവശ്യപ്പെട്ട സംഭവമുണ്ട്. ഇതെല്ലാം കൂടി കാണുമ്പോൾ നമ്മൾ ആളുകൾ എന്ത് വിചാരിക്കും? പൊതുവേ ഇത് മനസ്സിലാക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? സൗന്ദര്യത്തിൽ മീതെ ആരാണ്? യൂസുഫ് ഞാൻ വിചാരിച്ചു. അതല്ല, ഉറപ്പായിട്ടുമല്ല. മാത്രമല്ല, മനസ്സിലായില്ലേ? ഇത് വളരെ നെസ്സായ സംഗതിയാണ്. എന്ത്? ഏറ്റവും വലിയ സുന്ദരൻ ഹബീബ നബിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞു വരുന്ന അടിസ്ഥാനത്തിൽ അതുണ്ട്. സൃഷ്ടിപ്പിൽ തന്നെ എല്ലാ നബിമാർക്കും മീതെ ആരാണ്? ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സുന്ദരനല്ലേ? ആണ്. പക്ഷെ അതിനേക്കാൾ സുന്ദരനാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ആദം അലൈഹി സ്വലാം സുന്ദരനല്ലേ? അതെ, അതിനേക്കാൾ സുന്ദരനാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഏത് നബിമാരെ എടുത്ത് പരിശോധിച്ചാലും ഫാഖൻ നബിയീന, എല്ലാ നബിമാർക്കും മീതെയാണ് ആര്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ശക്കുണ്ടാകേണ്ടത് യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് ഒരു മന്ത്രിയുടെ രാജ്ഞി ചെറുപ്പക്കാരി പെണ്ണ് ഇങ്ങനെ ചെയ്തില്ലേ? ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മളെ ധാരണയിൽ എന്ത് വരും? സൗന്ദര്യത്തിൽ മീതെ ആരാണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത്. സൗന്ദര്യത്തിലും മീതെ ആര് തന്നെ? ഹബീബ നബി. എന്തുകൊണ്ട്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീലാണെങ്കിൽ ആരുമാണ് ജലീൽ. ഈ ജലാലത്തില്ലെങ്കിൽ എന്തു പറയും? ഇഷാർത്താങ്കിൽ ജലാലത്തുള്ളവ കയ്യെ പേടിച്ചിട്ട് മനസ്സിലായില്ലേ? പറഞ്ഞു ചക്രവർത്തി എഴുന്നള്ളിയപ്പോൾ ഒരു പെണ്ണ് പ്രേമാപ്രയാർത്ഥന നടത്തും? ഇല്ല. എന്തുകൊണ്ട്? പേടിച്ചിട്ട്. പേടി പുറത്തുനിന്ന് ഉണ്ടാക്കണതാണ് കേട്ടോ. ഇത് ഓൾറെഡി ഉള്ളതാണ്. ഹബീബാന് മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അങ്ങനത്തെ സംഭവമില്ല. എന്തുകൊണ്ട്? ആ സൗന്ദര്യത്തെ മികക്കുന്ന ജലാലത്തെ ഹബീബ നബിക്കുണ്ട്. ഇതാണ് ജലീലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഏറെ വളർന്ന ആളാണ്. മുത്തേക്കൾ നോക്കി ഒരു കാര്യം, ഇജ്ലാലല്ലഹുന 10 കൊല്ലം കൂടെ സേവനം ചെയ്ത എന്നിട്ട് അനസ് പറയുന്നുണ്ട്, മാ സഅലനി റസൂലുള്ളാഹി വമാ ഖാല ലി റസൂലുള്ളാഹി വമാ സഅലനി റസൂലുള്ളാഹി അൻ ഷൈഇൻ ഫഅൽതുഹു ലിമാ ഫഅൽതുഹു. ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ജീവിതത്തിൽ റസൂലുള്ള എന്തേ നീ അത് ചെയ്തു എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തിനാ നീ അങ്ങനെ ചെയ്തെന്ന് എന്നോട് ചോദിച്ചില്ല. അത്രയും വലിയ സൗഹൃദത്തിലാണ് ഹബീബ നബി. എന്നിട്ട് റസൂലുള്ളാഹിനെ നോക്കാൻ കഴിഞ്ഞില്ല. ഇജ്ലാലല്ലഹു, പേടി. മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. ആ ജലാലത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കാൻ തന്നെ കഴിയും. ഹബീബ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ആളുകൾ ഇരിക്കൽ എങ്ങനെയാ? തല താഴ്ത്തിയിരിക്കും. ആ മുഖത്തേക്ക് അങ്ങനെ കൂടുതൽ നോക്കാൻ ഒരാൾക്ക് കഴിയില്ല. അത്രയും വലിയ ജലാലത്താണ്. ചില ആളുകളെ നമുക്ക് നോക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകളില്ല. വലിയ വലിയ മഹത്തുക്കളായ വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ. ബഹുമാനപ്പെട്ട എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷരീഫ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി റളിയല്ലാഹു അൻഹു കൂടുതൽപ്പെട്ട ഒരാളാണ്. ഒത്തിരി നോക്കാൻ കഴിയില്ല. നമ്മൾ നോക്കാൻ കഴിയില്ല. ജലാലത്ത് അല്ലാഹു തആല കൊടുത്തൊരു മഹത്വം, ഒരു ഗാംഭീര്യം. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മയില്ല. അങ്ങനെ തന്നെ. ഇപ്പം നോക്കൂ, നിങ്ങൾ വിഷയത്തിൽ നീട്ടുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനാ പറഞ്ഞു. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. സൃഷ്ടിപ്പിലും ഹബീബ നബിയാണ് മീതെ, സ്വഭാവത്തിലും ഹബീബ നബിയാണ് മീതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജലീലുൻ ജമീലുൻ ജമീലുൻ ജലീലുൻ ജലീലുൻ ജമീലുൻ
ഖുലുഖുഹു ദിക്റു റബ്ബിഹി ബശീറുൻ നദീറുൻ റബ്ബു സുദ്ഖിൻ മുസദ്ദഖി. ജലീലാണ്, ജമീലുൻ ഖുലുഖുഹു, അവിടുത്തെ സ്വഭാവം ഏറെ മനോഹരമായ സ്വഭാവമാണ്. ഇതാണ് ദിക്റു റബ്ബിഹി, റബ്ബിന്റെ ദിക്ർ. റബ്ബിന്റെ ദിക്റാണ് ഖുർആൻ. ഖുർആൻ എന്തേ പറഞ്ഞേ? അത്രയും വലിയ സ്വഭാവത്തിലാണ്. ആര്? ഉറക്കപ്പറ, ആര്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മേലെ ഇനി ഇല്ല എന്ന്. ജലീലുൻ ജമീലുൻ അൻ സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഞാൻ നേരത്തെ ഈ ആയത്തിന് ഇമാം റാസി തങ്ങൾ കൊണ്ടുവന്ന വ്യാഖ്യാനം നിങ്ങളോട് പറഞ്ഞു. എന്ത്? ഉലുവിയത്താണ്, സ്വഭാവങ്ങൾക്ക് മീതെ ഹബീബാ നബിക്ക് ഒരു ഉലുവിയത്താണ്. എന്താ ഉലുവിയത്ത്? അതിന്റെ മീതെ ഇനി ഇല്ല. ഇസ്തഅല ഖുലുഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സായിരി ഖുലുഖിൽ ഖൽഖ്. ഇസ്തഅല ഖുലുഖുൻ നബിയിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം മീതെയായി. അലാ ഖുലുഖി ജമീഇൽ ഖൽഖി, എല്ലാ സൃഷ്ടികളുടെയും സ്വഭാവത്തിന് മീതെയാണ് ആര്? റസൂലുള്ളാഹിയുടെ സ്വഭാവം. അപ്പൊ ഇനി ഒരാൾ അയാളുടെ സ്വഭാവം നന്നാക്കാൻ ആരിലേക്കാണ് മടങ്ങേണ്ടത്? നബിയിലേക്ക്. ഇനി മേലിനില്ല. അതാണ് ഹബീബ്. ഒരു കാര്യം തിർക്ക് ചെയ്താൽ അതാണ് സൽസ്വഭാവം, സ്വീകരിച്ചാൽ അതാണ് സൽസ്വഭാവം, ചെയ്താൽ അതാണ് സൽസ്വഭാവം, ചെയ്തില്ലെങ്കിൽ അതാണ് സൽസ്വഭാവം. ചിലത് ചെയ്തു, ചിലത് ചെയ്തില്ല. ചെയ്ത് സൽസ്വഭാവം, ചെയ്തില്ലേ അതാണ് സൽസ്വഭാവം. മനസ്സിലാപ്പ റസൂലുള്ള സ്കെയിലാവും. എല്ലാ വരകളുടെയും മാനദണ്ഡമാണല്ലോ സ്കെയില്. എല്ലാ സ്വഭാവത്തിന്റെയും മാനദണ്ഡമാണ് ആര്? ഹബീബാ നബിയുടെ സ്വഭാവം. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖുൽതു, ഞാൻ ആയിഷ ബിയുടെ അരികിൽ വന്നു, എന്നിട്ട് പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ, അംബിഇനി അൻ ഖുലുഖി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹായുടെ അടുത്ത് ചെന്നു. ബിഇനി അൻ ഖുലുഖി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലത്ത്, അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലസ്ത തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ? ഖുൽതു ബലാദെ. ഖാലത്ത്, അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഇന്ന ഖുലുഖ നബിയില്ലാഹി കാന അൽ ഖുർആൻ, ഹബീബാ നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഹമംതു അല്ലാ അൻ അഖൂമ, പിന്നെ ഞാൻ എവിടുന്ന് എണീറ്റു, ഒന്നും ചോദിച്ചില്ല. വ അല്ലാ അസ്അല അഹദൻ വലാ അസ്അല അഹദൻ അൻ ഷൈഇൻ ഹത്താ അമൂത, ഞാൻ മരിക്കുന്നത് വരെ, എൻ്റെ മരണം വരെ ഇനി ഈ വിഷയം ആരോടും ചോദിക്കേണ്ടെന്നും തീരുമാനിച്ചു. മനസ്സിലായില്ല? ഐഷാബി പറഞ്ഞു, ഖുർആൻ ഓതില്ലേ? ഖുർആനിൽ കണ്ട എല്ലാം എന്താണ്? പറ. ഖുർആനിൽ നീ കണ്ടതെല്ലാം നബിയുടെ സ്വഭാവമാണ്. ഖുർആനിൽ പറയുന്ന മഹത്തായ സ്വഭാവം എല്ലാം എന്തൊക്കെ? ഖുർആനിൽ പറയുന്ന മഹത്തായ സ്വഭാവം സിദ്ഖ്, റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്. പിന്നെ അവിടെ വരുന്നുണ്ട് അടുത്ത വരിയിൽ, ബഷീറുൻ നദീറുൻ റബ്ബ് സിദ്ഖീൻ വരുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സിദ്ഖ് ഖുർആനിൽ പറഞ്ഞ എല്ലാ നല്ല സ്വഭാവം ഹബീബ നബിയിലുണ്ട്. അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സിദ്ഖ്, അമാനത്ത്. ഹബീബാൻ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, ഒരു കാര്യം ഒരാൾ ഹബീബാ നബി സ്വല്ലല്ലാഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു വിഷയത്തിൽ ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു കാര്യം, ഇവിടുത്തെ വഫാഇനും അമാനത്തിനൊക്കെ തെളിവാണ്. മുസ്ലിം അല്ലാത്തവരാ. റസൂൽ അവിടെ പോയി എന്ത് ചെയ്തു? വഫാഇൻ കാത്തിരുന്നു. 3 ദിവസം കാത്തിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരാൾക്ക് ഒരു കരാർ ചെയ്തിട്ടുണ്ടല്ലോ, മുഹമ്മദുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അയാൾ ഓർമ്മ വന്ന്. പിന്നെ അയാൾ അവിടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ 3 ദിവസം മുമ്പ്, അതായത് നേരത്തെ ചെയ്തൊരു കരാറാണ്. ആ കരാർ ഇന്നാലിന്ന ദിവസം ഇന്നാലിന്നടത്ത് വരണം എന്ന് നബിയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി വന്നു. എന്നിട്ട് അവിടെ ഇരുന്നു. എത്ര ദിവസം? 3 ദിവസം. 3 ദിവസം. അയാൾ തിരിച്ച് അയാൾക്ക് ഓർമ്മ വരുമ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ 3-ാം ദിവസം അയാൾ ഓടി ചെന്ന് റസൂൽ അവിടെ ചെന്നപ്പോൾ റസൂൽ അവിടെ ഉണ്ട്. ഇതാണ് അയാൾ ഇസ്ലാമാൻ കാരണം അത്രയും വലിയ വഫാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അത്രയും വലിയ വഫാണ്, അമാനത്തും. ഖുർആൻ പറഞ്ഞ എല്ലാ സ്വഭാവം ഹബീബായ നബിയിലുണ്ട്. ഇഫ്ഫത്ത്, പാതിവൃത്യം, ഷജാഅത്ത്, ധീരത. ഒരാൾക്ക് സിദ്ഖ് ഉണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് നോക്കണേ, ഒരാൾക്ക് സിദ്ഖ് ഉണ്ടാവും, അമാനത്ത് ഉണ്ടാവും, ഷജാഅത്ത് ഉണ്ടാവില്ല.
എല്ലാവരും ഇങ്ങോട്ട് ഓടുമ്പോൾ നബി അങ്ങോട്ട് പോകും. ഏത് സംഭവം അങ്ങനെയാണ്. മദീനയിൽ ഒരു രാത്രി ഒരു ഭയപ്പാട് വന്നു, ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഓടി. റസൂലുള്ളയോ ഒട്ടകപ്പുറത്തേറി റസൂലുള്ള പുറത്തേക്ക് വന്നു. എന്താണെന്ന് അന്വേഷിക്കണല്ലോ. എല്ലാവരും ഓടുക. നബി നേരെ എവിടെയാണോ പ്രശ്നം കേട്ടത് ആ ഭാഗത്തേക്ക്. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها. ഏതാ രംഗം? ഹുനൈൻ യുദ്ധം. ഹുനൈൻ യുദ്ധത്തിലെ പടയാളികൾ ഓടി. വഹും അസ്ഹാബു റസൂലില്ലാഹ്. നബി ഓടിയില്ല, നബി ഓടിയേയില്ല. നബി അത്രയും വലിയ ഷജാഅത്താണ്, ധീരത. ഒരാൾക്ക് സിദഖുണ്ടാവും, അമാനത്തുണ്ടാവും, എന്തുണ്ടാവില്ല? ഷജാഅത്തുണ്ടാവില്ല. ഒരാൾക്ക് ഷജാഅത്തുണ്ടാവും, ഇഫ്ഫത്തുണ്ടാവില്ല. ആൾ വലിയ ധീരനായിരിക്കും. ഈ ധീരതയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അന്ന് വൈകുന്നേരം മുമ്പ് കാണെങ്കിൽ വേശ്യാലയത്ത് കൊണ്ടി വരും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ പറഞ്ഞ? ധീരൻ, ആള് ധീരനാണ്. ടിപ്പു സുൽത്താനും ഹൈദർ അലിയുടെ സൈന്യാധിപനും കൂടി യുദ്ധം ചെയ്യുന്ന ഒരു വേളയിൽ എന്തുണ്ടായി? ടിപ്പു ഇങ്ങനെ കയറി ഒരു രാജ്യം പിടിച്ചടക്കി. അങ്ങനെ പോയി ചെല്ലുമ്പോഴുള്ളത് സൈന്യാധിപൻ്റെ, സർവ്വസൈന്യാധിപൻ്റെ കയ്യിൽ രാജകുമാരിയുടെ കയ്യാണ്. ഇപ്പോൾ രാജകുമാരിയുടെ കൈ പിടിച്ചിട്ടുണ്ട് ആര്? സർവ്വസൈന്യാധിപൻ. ഇയാൾ ഹൈദർ അലി ടിപ്പുവിൻ്റെ സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ ടിപ്പു ബാക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പെൺകുട്ടിയുടെ കൈ വിടി എന്ന് പറഞ്ഞു. അന്ന് ടിപ്പു ബാല്യക്കാരനാണ്. ടിപ്പുന് കുറഞ്ഞ വയസ്സേ ഉള്ളൂ, 18-19 അത്ര വയസ്സുള്ളൂ. സർവ്വസൈന്യാധിപൻ, ബാപ്പാൻ്റെ സർവ്വസൈന്യാധിപനാണ്. ഈ യുദ്ധം ജയിച്ചത് ആരെ കൊണ്ടാണ്? പറയേ, സർവ്വസൈന്യാധിപനെ കൊണ്ടാണ്. രണ്ടോട്ടെ പറഞ്ഞു, മൂന്നോട്ടെ പറഞ്ഞു, കേട്ടില്ല. ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു, ഷൂട്ട് ചെയ്തു. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. കൊന്നു. ആരെ? സർവ്വസൈന്യാധിപൻ. ഉദിനൂരിലാണോ മറ്റോന്നോ ആ യുദ്ധം ഞാൻ താരീഖ് ഞാൻ വായിച്ചിട്ടുണ്ട്. ദ സേഡ് ഓഫ് ടിപ്പു സുൽത്താൻ, ടിപ്പുവിൻ്റെ കരവാൾ എന്ന ഒരു പുസ്തകം. അല്ല, സംഭവമൊക്കെ വിശദമായി പറയുന്നുണ്ട്. അത് ഒരു മുസ്ലിം എഴുതിയ പുസ്തകവും അല്ല. അതിമനോഹരമായ ടിപ്പുവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം പറയുന്നിടത്ത് പറഞ്ഞു. ഇവിടെ തിരിക്കാൻ കാരണം സർവ്വസൈന്യാധിപൻ വലിയ ഷജായിയാണ്, പക്ഷെ എന്തില്ല? പാതിവൃത്തില്ല. സൈന്യാധിപൻ കള്ളുടിക്കുകയോ പെണ്ണെടുക്കുകയോ ചെയ്ത രാജാവ് ഒന്നും പറയില്ല. എന്തുകൊണ്ട്? ഇയാളൊരു ആവശ്യമുണ്ട്. അയാൾ ഷജായി ആയിരിക്കും, വലിയ ധീരനായിരിക്കും, പക്ഷേ പാതിവൃത്തി ഉണ്ടാവില്ല. ഒരു പെണ്ണോ കള്ളോ ഒന്നും തിരിഞ്ഞു നോക്കൂല. ഓനെ യുദ്ധകളത്തിലോട്ട് പറ്റൂല. ഹബീബ നബിയോ? ഹബീബ നബി ഒരേ സമയത്ത് ഷജായിയാണ്. ഇങ്ങനെ ഷജാഅത്ത. അതെ, ഷജാഅത്തോ? എന്താ ഷജാഅത്ത്? ഉമയ്യത്ത് ബിൻ ഖലഫിനെ ഒരൊറ്റ ഇടിയ മാ ഉഹാരിബു ഇല്ലാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്ന് മുഹമ്മദിനോടല്ലാതെ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞ് ലാത്തയുടെയും ഉസ്സയുടെയൊക്കെ എൻ്റെ പ്രതിജ്ഞ ചെയ്ത് പോകുന്നു മക്കയിൽ നിന്ന് ബദറിലേക്ക്. ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ വീരവാദം മുഴക്കി, മുഹമ്മദിനോടല്ലാതെ യുദ്ധം ചെയ്യില്ല. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല, റസൂലുള്ളാഹി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നില്ല, ഞങ്ങൾ ആരും തയ്യാറാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കെൻ്റെ പ്രതിജ്ഞ നിറവേറ്റണം, ഞാൻ ഇന്ന് മുഹമ്മദിനോടല്ലാതെ യുദ്ധം ചെയ്യില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആരോ വന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇങ്ങനെ ഉമയ്യത്ത് ബിൻ ഖലഫ് വീരവാദം മുഴക്കുന്നുണ്ട്, അയാൾ നിങ്ങളോടല്ലാതെ യുദ്ധം ചെയ്യില്ല. എന്നാ വരാൻ പറയും. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് കയറി വന്നു. അപ്പോൾ ചോദിച്ചു, ബിൽ യദി ഔ ബിസ്സിലാഹ്, ആയുധമാണോ കൈയാണോ എന്താ വേണ്ടത് ഉമയ്യ? അപ്പോൾ പറഞ്ഞു, തക്ഫീനി യദി, എനിക്ക് മുഹമ്മദൻ എന്നെ അടിക്കാൻ എൻ്റെ കൈ മതിയോ, ആയുധമൊന്നും വേണ്ട. ആയിക്കോട്ടെ, എന്നാൽ ആയുധം വെക്കുക, കൈ ഉണ്ടാക്കുക. റസൂലുള്ളാഹി പീഠത്തിലിരിക്കുന്നു, അവിടെ നിന്ന് എണീറ്റു. അപ്പോൾ തഅനഹു ബൈന കത്ഫൈഹി, രണ്ട് ചുമലിൻ്റെ ഇടയിൽ ഒറ്റ ഇടി അവിടെ വീണു. ഒന്ന് യുദ്ധം തുടങ്ങി, ഒരൊറ്റ ഇടിയാണ്. ഈ രണ്ട് ചുമലുകൾക്കിടയിൽ ഒരൊറ്റ ഇടി അവിടെ വീണു. ഉമ്മയെ കൊണ്ടുപോയി ഒറ്റക്കെട്ടിലിട്ടുണ്ട്. ഉമ്മയ്ക്ക് പിന്നെ കഴിഞ്ഞത്. ഖവിയാണ്, ശുജായാണ്. അതേ സമയത്ത് മനസ്സിലായില്ലേ, വാൾക്കണ്ണുകൊണ്ട് നോക്കാത്ത ആളാണ്. അങ്ങനെയല്ല, നോക്കിയിട്ടില്ല, അങ്ങനെ നോക്കൂല. ഒരാൾക്ക് നബിയെ പറ്റി ഒരു മോശം പറയാനില്ല, ലോക ചരിത്രത്തിലില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എന്ത് ഖുർആനിൽ പറഞ്ഞ എല്ലാ ഹബീബ നബിയിലുണ്ട്. ഹിഫ്ഫത്തുണ്ട്, ശജാഅത്തുണ്ട്, ഹിക്മത്തുണ്ട്. ഹിക്മത്ത്, അഖ്ല്, ഹിക്മത്ത് നുബൂവത്തിന് മുമ്പ് തന്നെ ജനങ്ങൾ ബോധ്യപ്പെട്ടു. അതായത് കഅബാലയം പുതുക്കി പണിതപ്പോൾ ഹജറുൽ അസ്വദ് വെക്കുന്ന കാര്യത്തിൽ തർക്കം വന്നു. അങ്ങനെ തർക്കം വന്നപ്പോൾ മസ്ജിദുൽ ഹറാമിലൂടെ ഇനി ആരാണോ ആദ്യം വരുന്നത് അയാൾ വെച്ചോട്ടെ പറഞ്ഞു.
എല്ലാവരും തീരുമാനിച്ചു. ആദ്യം മുതൽ ഹബീബ നബിയ. ഇപ്പം എല്ലാവർക്കും സന്തോഷമായി. എന്തുകൊണ്ട്? എല്ലാവർക്കും സർവ്വസമ്മതനാണ്. ഇങ്ങനെ കയറി വന്നു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യരുത്? എന്നിട്ട് തൻ്റെ മുണ്ട് വിരിച്ചു, അതിലേക്ക് ഹജർ റസൂൽ എടുത്തു വെച്ചു. എല്ലാ ഗോത്രക്കാരോടും പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഗോത്രക്കാരനും പ്രശ്നമില്ല, എല്ലാവരും സന്തോഷത്തോടെ പിടിച്ചു. അപ്പോൾ എന്തുണ്ട്? ആക്കലുണ്ട്. ഈ ആക്കൽ അവർക്ക് ആർക്കും ഉണ്ടായില്ല. ഇപ്പം നബി വേണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ചിന്തിക്കുക, അവരെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ തീരുമാനിച്ചാൽ മതിയല്ലോ. ആ ആക്കൽ ഇവർക്ക് ഉണ്ടായില്ല. ഇപ്പം ഏറ്റവും വലിയ സിദക്കുണ്ട്, അമാനത്തുണ്ട്, ഇഫത്തുണ്ട്, ഷജാഅത്തുണ്ട്, ഹിക്മത്തുണ്ട്, അഖലുണ്ട്, ജൂദുണ്ട്, കിറമുണ്ട്.